PSC നിയമനം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിക്ക് സാധ്യത. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് ചേരാനിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മാറ്റിവെച്ചു. കോഴയാരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പങ്കുൾപ്പെടെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ വിശദീകരണം. കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാവുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഭരണഘടനാ സ്ഥാപനത്തിൽ അംഗത്വം തൂക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമല്ലേ? ഇത് സാധാരണ അഴിമതിയാണോ? ഇതിപ്പോൾ പുറത്തു വന്നു. CPM നിലപാടിൽ സത്യസന്ധതയുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണത്തിന്, കോടതിയുടെ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം. CPM ശുപാർശ ചെയ്യണം. അതില്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോരാട്ടവുമായി കോൺഗ്രസ് രംഗത്ത് വരും. സംസ്ഥാനത്തെ PSC മെമ്പറെ നിയമിക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി കൊടുത്ത സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ PSC പരീക്ഷയിൽ നടത്തുന്ന അനധികൃതമായ ഇടപെടലുകളുടെ പേരിൽ നിരവധി നിയമന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. PSC നടത്തിയ പല പരീക്ഷകളെയും സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഒരു സാധാരണ നേതാവിലേക്കല്ല, ഭരണസിരാ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ ആൾ സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രിയുടെ അടുപ്പക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ അഴിമതി ആരോപണമല്ല. ഗൗരവമേറിയ പല പ്രശ്നങ്ങളും ഈ വിഷയത്തിലുണ്ട്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, വെരി ഗുഡ് ഈവനിങ്. 3 നേതാക്കളുടെയും പ്രതികരണം നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഇതിൽ മന്ത്രി വളരെ ആത്മവിശ്വാസത്തോടുകൂടി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. പരാതിയുടെ പകർപ്പ് പോലും ഇതുവരെ പുറത്തു വരാത്ത ഒരു സാഹചര്യം. ഈ പരാതി ഒത്തുതീർപ്പായി കഴിഞ്ഞു എന്നും കേൾക്കുന്നു പലയിടങ്ങളിൽ നിന്നും. എന്താണ് ഈ പരാതിയിൽ ഇപ്പോൾ രാഷ്ട്രീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സുജയ, മന്ത്രിയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഇതിൽ പരാതിക്കാരൻ പ്രത്യക്ഷത്തിലില്ല എന്നുള്ളതാണ്. ഈ പരാതി ഉയർത്തി എന്ന് പറയുന്ന വ്യക്തിയെയും ആ ഡോക്ടറെയും ഒക്കെ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് ആർക്കും തന്നെ പരാതിയില്ല. ഒരു മാധ്യമത്തോടും സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അവർ പരമാവധി പറയുന്നത് ഞങ്ങളല്ല പരാതി കൊടുത്തത്, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ ആർക്കും പണം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് പാർട്ടി തലത്തിൽ അവർക്ക് കിട്ടിയ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇക്കാര്യം പറയുന്നത്. കാരണം അവർ കൊടുത്ത പണം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ആ പണം ഇതിനകം കിട്ടിക്കാണണം. ഇതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ്. ഈ ഉറപ്പ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ ജോലി, അത് PSC നിയമനമാണെന്ന് പറയുന്നു, PSC അംഗത്വമാണെന്ന് പറയുന്നു. PSC നിയമനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ PSC നിയമനത്തിന് വേണ്ടി കൊടുത്ത 22 ലക്ഷം രൂപ അത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പണം കൊടുത്തിട്ടും നിയമനം ലഭിക്കാത്തതിനെ തുടർന്നാണ് 2 തലത്തിൽ ഈ പരാതി കിട്ടിയത്. ഒന്ന്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരിട്ട് ഈ വ്യക്തി കൊടുത്ത പരാതി. 2, ഈ വ്യക്തിയുടെ, ഈ ഡോക്ടറുടെ സുഹൃത്ത് കോഴിക്കോടും ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറുണ്ട്, ആ സുഹൃത്ത് വഴി കൊടുത്ത പരാതി. ഈ 2 പരാതികളും സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടിയ ഉടൻ തന്നെ ഈ പരാതി ജില്ലാ സെക്രട്ടറിയോട് അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ജില്ലാ സെക്രട്ടറി അത് നേരിട്ട് അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലെ 2 മെമ്പർമാരെ കമ്മീഷനായി വെച്ച് അത് അന്വേഷിക്കുകയും ചെയ്തു. ഈ അന്വേഷണ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വരുന്നതിനിടയിലാണ് ഇത് വാർത്തയായിട്ട് വരുന്നത്. ഇതിപ്പോൾ വാർത്തയായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഒത്തുതീർപ്പിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെടാത്ത ചില പാർട്ടി അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ പ്രവീൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടിക്കകത്ത് ഇത് പുറത്തേക്ക് വരണമെന്നും ഇതിൽ കുറ്റക്കാരാകുന്ന ആളുകൾ പാർട്ടിക്ക് പുറത്താകണമെന്നും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പാർട്ടിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിവിലേജുകൾ ഇല്ലാതാവണമെന്നും ആഗ്രഹിക്കുന്ന പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചിലരാണ് ഇത് വാർത്തയായി പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നത്. അങ്ങനെ വാർത്ത വന്നതോടുകൂടി ഇത് ഒത്തുതീർപ്പിൻ്റെ സാധ്യതകൾ മങ്ങും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചത്. എങ്കിലും ഇപ്പോഴും ഒത്തുതീർപ്പിൻ്റെ സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു പോലീസ് പരാതിയായി രംഗത്ത് വരാനുള്ള, അല്ലെങ്കിൽ പോലീസ് പരാതിയായി ഉയർന്നു വരാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
പാർട്ടി ഇനി ഇതിൽ നടപടിയെടുക്കുകയാണെങ്കിൽ, അതായത് ആരോപണ വിധേയനായിട്ടുള്ള ഈ യുവ നേതാവിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് പോലീസ് പരാതിയില്ല എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചോദിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ BJPയും കോൺഗ്രസും ഒക്കെ ഇതൊരു വലിയ വിഷയമാക്കി ഉന്നയിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ട് പോലീസ് പരാതിയില്ല, പോലീസ് അന്വേഷിക്കണം എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ പാർട്ടി ഒരു വ്യക്തിക്കെതിരെ നടപടിയെടുത്താൽ, ഇപ്പോൾ ഈ യുവ നേതാവിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ ആ നടപടിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ സാധിക്കും, പാർട്ടിക്കുള്ളിലുള്ള അച്ചടക്ക നടപടി മതിയോ? ഇങ്ങനെ അച്ചടക്ക ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യക്ഷത്തിലുള്ള ഒരു നടപടി വേണ്ടേ? പോലീസിന്റെ നിയമ നടപടി വേണ്ടേ? ഇതൊരു ക്രിമിനൽ കുറ്റമല്ലേ? PSC പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന കുറ്റമല്ലേ എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ചോദിക്കാവുന്നതാണ്. അത്തരത്തിലേക്ക് പാർട്ടി പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൽക്കാലം ഡിസംബറൊക്കെ സംസ്ഥാന സമ്മേളനത്തിന്റെ കാലഘട്ടമാണ്. ഈ സമ്മേളന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നടപടിയിലേക്ക് പോയേക്കാം എന്നല്ലാതെ ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് പാർട്ടിക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, VS രഞ്ജിത്താണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് ഈ കാര്യം ചർച്ച ചെയ്യാനിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മാറ്റിവെച്ചു എന്ന വാർത്തയും ഉച്ചയോടുകൂടി വരുന്നുണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം DCC പ്രസിഡന്റിനപ്പുറം കോൺഗ്രസ് കാര്യമായി തന്നെ ഉയർത്തുമോ എന്നുള്ളതറിയാൻ നമുക്ക് കാത്തിരിക്കാം.